ഇറ്റ് ഇസ് എ ഡീസൻറ്റ് വാച്ച്. ഒരു വൺ ടൈം വാച്ചാണ്. അങ്ങനല്ല, കുറേ മാസ് എലിവേറ്റ് ചെയ്ത് സീൻസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മൂവി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പലതും നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ട് തോന്നും. നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരു ഡീസൻറ്റ് വാച്ചാണ്. തെലുങ്കിന് ഞാൻ നേരത്തെ പറഞ്ഞു, തെലുങ്കിന് പ്ലീസ് ചെയ്യുന്ന പോലെ കുറേ അനാവശ്യ സീനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കട്ട് ഷോട്ട് ചെയ്തിട്ട് നമ്മൾ മലയാളം ഓഡിയൻസിന് എത്രത്തോളം കറക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാം ഒരു റിലീജിയൻ്റെ ഇതിൽ കൊണ്ടുവരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഒരു കൽക്കി ബാഹുബലി അതായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കൽക്കിയും ബാഹുബലിയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പെർഫോമൻസ് വില്ലനായിട്ട് അഭിനയിച്ച മാഞ്ചു മനോജ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഹീറോയുടെ പെർഫോമൻസ് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ശ്രീയ ശരണൊക്കെ നന്നായിട്ടുണ്ട്. VFXും CG ഒക്കെ നന്നായിട്ടുണ്ട്. വിഷ്വൽസ് ആണ്, ഗംഭീര മേക്കിംഗ് ആണ്. തുടക്കം തൊട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഹീറോയുടെ ആക്ടിങ് അങ്ങനെയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ലോക പോലെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഹനുമാൻ ഇല്ലേ, ഹനുമാന്റെ ഒരു കുറച്ചും കൂടി അപ്ഡേറ്റഡ് വേർഷൻ ഒരു കൽക്കി ബാഹുബലി. ആ ഹനുമാൻ കണ്ടല്ലേ, ഹനുമാന്റെ ഒരു ബെറ്റർ വേർഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, നല്ല സൂപ്പറാണ് അടിപൊളി. സൂപ്പർ ഹീറോ മീൻ ഒരു മിസ്റ്റീരിയസ് സൂപ്പർ ഹീറോ പടമാണ്. സൂപ്പർ ഹീറോൻ്റെ വേറൊരു ജാനറാണ്. ഇപ്പോൾ സൂപ്പർ ഹീറോയിൽ കുറേ ടൈപ്പ് ഉണ്ടല്ലോ. പുതിയ ടൈപ്പ് സൂപ്പർ ഹീറോ പടമാണ്. രസമുണ്ട്. തെലുങ്ക് പടം തന്നെയാണ്. നല്ല വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളും ആക്ഷനും ഒക്കെ എല്ലാം ഉണ്ട്. നല്ല കഥയും ഉണ്ട്. നല്ല ഹിറ്റാവാൻ സാധ്യതയുണ്ട്. അവിടെ ആ ഒരു റേഞ്ചിലേക്ക് എത്തിയില്ലെങ്കിലും അവിടുത്തെ ഒരിതിൽ അത്യാവശ്യം ഹിറ്റാവാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു ഇതാണ്, നല്ലൊരു ബ്രഹ്മാണ്ഡമായൊരു സംഭവം തന്നെയാണ്. ഓക്കെ, നമ്മൾ ഈ ഹനുമാൻ ബാഹുബലി ഒക്കെ കാണുന്ന പോലെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല മേക്കിംഗ് ആണ്, നല്ല വിഷ്വൽ, നല്ല രസമായിരുന്നു. ജയറാമേട്ടൻ ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടർ, നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ നല്ലൊരു ക്യാരക്ടറാണ്. നല്ലായിരുന്നു. VFXും സൗണ്ട് BGM ഒക്കെ നല്ലായിരുന്നു. തിയേറ്ററിൽ കാണാൻ പറ്റിയ നല്ല മൂവിയാണ്.